ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ബോട്ടം വന്നിട്ടുള്ളത് ചാരിയറ്റാണ്. അപ്പോൾ ഇതിൽ തീർച്ചയായും എന്തു വന്നാലും മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സമയം ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ശുഭാപ്തി വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തെന്നാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനോ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനോ ഒക്കെ സാധിക്കും എന്നൊരു വിശ്വാസമൊക്കെ ഈ ഒരു സമയം തോന്നുന്നുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങൾക്കുള്ള റിസൾട്ട് നിങ്ങളെ തേടി വരുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻഡ്യൂഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രൂ ഡിസയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ സോൾ പർപ്പസ് ഇതാണെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ സമയം കളയുന്നുണ്ടാവാം. പക്ഷേ അതൊന്നുമല്ല. നിങ്ങളുടെ യഥാർത്ഥ സോൾ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയം കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യണമെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ വിസ്ഡം നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. പിന്നെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫങ്ഷനൊക്കെ നടത്തുന്നുണ്ടായിരിക്കാം. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ കാണുന്നു എന്നാണ്. അവരുമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് പണ്ടുണ്ടായിരുന്ന കഥകളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ വളരെയധികം നിങ്ങൾ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കാം. പണ്ട് പഠിച്ച സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. പിന്നെ
ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ബുദ്ധിപൂർവമായ കാര്യങ്ങളെല്ലാം, അതായത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ബുദ്ധിപൂർവം പല കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ശരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നതാണ് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ബുദ്ധിപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് കാണുന്നത്. അതുപോലെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് കരിയറിലൊരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾ ചേഞ്ച് മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രമോഷൻ വരുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ വന്നിട്ടുള്ളത് 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഒരു അസുഖത്തിൽ നിന്നും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമോ അതിൽ നിന്നും അസുഖം ഭേദമായിട്ട് ഇറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ സമയം നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നും കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ പുതിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ ട്രാപ്പിലായി കഴിയുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള സന്തോഷങ്ങളൊന്നും തന്നെ അത് കാണാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തോളത്തിരുന്ന ആ ഒരു ഭാരം മാറ്റിക്കളഞ്ഞ ഒരു എനർജിയാണ്. ഒന്നുകിൽ പാസ്റ്റിൽ നമ്മൾ സ്വയം ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ, അതിൽ പെട്ടുപോയി മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ടാവാം. കാരണം ഇതിൽ സ്വയം ചെയ്ത ഒരു മിസ്റ്റേക്ക് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ചില ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ അഡിക്റ്റഡ് ആയിരുന്നു എങ്കിൽ അതിൽ നിന്ന് ഒരുപാട് വേദനകൾ കിട്ടിയിട്ടും അതിൽ തന്നെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ്. കാരണം റിലേഷൻഷിപ്പും ഒരു അഡിക്ഷനാണ്. അപ്പോൾ കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ സന്തോഷം ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയതായിരിക്കില്ല, നിങ്ങൾ സ്വയം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തതാവാം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകളും ഡിപ്രഷനും മാത്രം കിട്ടിയിരുന്ന ആൾക്കാരായിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഒരാൾ ചെയ്യുമ്പോൾ തന്നെ അവരിലോട്ട് നമ്മൾ കൂടുതൽ അടുത്തു പോകും. അത് സർവ്വസാധാരണമാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആരും പെരുമാറുന്നില്ല അല്ലെങ്കിൽ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ സ്വയം ചിന്തിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്താൽ, അങ്ങനെയൊന്ന് ചെയ്താൽ മതി, അവരിലേക്ക് ശരിക്കും അട്രാക്റ്റഡ് ആകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അട്രാക്ഷൻ പിന്നെ അഡിക്ഷൻ ആവും. പിന്നീട് അതിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ആ ഒരു സന്തോഷമായിരിക്കാം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സന്തോഷം. അപ്പോൾ അത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാതിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ അതിൽ നിന്നും റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ എൻഡ് ചെയ്ത് നിങ്ങൾ പുതിയൊരു സന്തോഷത്തിലേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു ഇമോഷണലായിട്ടുള്ള ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും
നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ മനസ്സിലാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ സമയം നിങ്ങളൊരു ത്രില്ലിൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരാൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ ചിലർ ഒരാളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹത്തോടെ പ്രണയത്തോടും കൂടി ഒരു കാത്തിരിപ്പ് ഈ സമയം ഉണ്ടാവാം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിപ്പോയ ഒരാൾ ഇപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപാട് സ്നേഹത്തോടും പ്രണയത്തോടും കൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ളൊരു എനർജിയാണിത്. എന്ത് ചെയ്യണമെന്നറിയില്ല. 2 കാര്യത്തിനും പ്രയോറിറ്റി ഉണ്ട്. 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അത്തരത്തിൽ അറിഞ്ഞുകൂടാതെ നിങ്ങൾ കൺഫ്യൂഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 2 വ്യക്തികളുണ്ടെങ്കിൽ ആ 2 വ്യക്തികളിൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇപ്പോൾ 2 പേർക്കും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത കുറേ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു സമയം വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ന്യൂസ് ഈ ഒരു സമയം കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ അത് പൂർത്തിയാക്കാതെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് അത് വേണ്ടാന്ന് വെച്ചതായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഇവിടെ എംബറിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് ഒന്ന് കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ്. പിന്നെ നിങ്ങളുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് പോലത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നാൽ എനിക്കത് പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് അത് സാധിക്കില്ല, ഞാൻ ഈ ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് മാറി നിന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു ചാർജ് കിട്ടുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു കാര്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളത് ഏറ്റെടുക്കണം. കാരണം അതും ഒരു പരീക്ഷണമാണ്. എങ്ങനെയാണ് ആളുകളെ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ തരുന്ന ഒരു ചാൻസാണ്. അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ
ഇതിലൊരുപാട് സ്ട്രഗിൾ നേരിടേണ്ടി വരാം. അപ്പോൾ ആ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ആ ഒരു സെയിം കാര്യം പിന്നെയും നമ്മളെ തേടി വരും. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. ആ ഒരു കാര്യം പഠിക്കാതിരുന്നാൽ സെയിമായിട്ട് വേറൊരു കാര്യം നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചലഞ്ചസ് സ്വീകരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ മാറി നിൽക്കുന്ന കാര്യം നിങ്ങൾ ധൈര്യത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വീണ്ടും പഠിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപക്ഷെ അറിയാമായിരിക്കാം, പക്ഷേ ഡീപ്പായിട്ടുള്ളൊരു നോളേജ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഈ ഒരു സമയം കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എത്ര വലിയ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇതിൽ കുറച്ചധികം ആൾക്കാർ വളരെ കൂളായിട്ട് അത് കാണാൻ ശ്രമിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിന് ഒരു റിവാർഡ് ഈ സമയം കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു സമയം നിങ്ങളൊന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നല്ല ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപദേശം തേടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് അഡ്വൈസ് കൊടുക്കുമെന്ന് അറിയാവുന്ന ആൾക്കാർ നിങ്ങളോട് ഈ ഒരു സമയം അഡ്വൈസ് ചോദിക്കുന്നതാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, ഇമോഷൻസിനൊന്നും കാര്യമായിട്ട് ബാധിക്കാതെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല തീരുമാനങ്ങളും എടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ വളരെ ആലോചിച്ച് വളരെ ബുദ്ധിപൂർവം എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ 4 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ മെഡിറ്റേഷനാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറേ ആൾക്കാരൊരു റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടാവാം. ക്ഷീണമൊക്കെയുള്ള ആളുകൾ ഒന്ന് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ കുറേ ആൾക്കാർക്ക് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു മെഡിറ്റേഷനാണ്. അപ്പോൾ 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.